യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 13-ാമത് വാക്യം. അവനോ അനന്യൻ, അവനെ തടുക്കുന്നത് ആർ? തിരുവുള്ളത്തിന്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും എന്നുള്ള വചനമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവം. ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും ശ്രദ്ധയോടെയാണ് കരുതുന്നത്. ആവോളം ഭയഭക്തിയോടെ എൻ്റെ സൃഷ്ടിതാവായ ദൈവത്തോടൊപ്പം ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകുക തന്നെ ചെയ്യും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും എന്നോർപ്പിക്കുകയാണ്. ഒരു ഭക്തനോട് പറയുകയാണ്, നീ വിചാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ആവശ്യങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടി സമർപ്പിക്ക്. ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോഴും, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളുമുണ്ട്. ഒരു ഭക്തനോട് പത്രോസും പറയുന്നത്, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വരുവോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താണിരിക്ക്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന പദമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പറയുന്ന വാക്കുകളും പൗലോസ് പറയുന്ന വാക്കുകളും പത്രോസ് പറയുന്ന വാക്കുകളും ഭക്തിയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ നൽകിത്തരുവാൻ ഇടയായിത്തീരും. ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിന് നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയും ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിന്
നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാനും അത് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഭൂമിയിലെ എല്ലാ നന്മകളും ദൈവം ഈ ജനത്തിന് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.